This is Echoes of the Word, where the gospel is proclaimed for healing and hope. Let the word of God echo in your heart today. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷം ഹൃദയത്തെ തുളച്ചു കയറുന്നു. യേശു 12 പേരെയും വിളിച്ചുകൂട്ടി അവരെ 2 പേരായി അയക്കുന്നു. അവൻ അവർക്ക് അധികാരം നൽകുന്നു. അന്തസ്സല്ല, ആശ്വാസമല്ല, മറിച്ച് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം. അവർ മാനസാന്തരം പ്രസംഗിക്കുകയും തൈലം പൂശുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും പലരെയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നിട്ടും ഈ ദൗത്യത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന യേശു ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഏതെങ്കിലും സ്ഥലം നിങ്ങളെ സ്വീകരിക്കുകയോ നിങ്ങളുടെ വാക്കു കേൾക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി കുടഞ്ഞുകളയുക. എല്ലാ സ്ഥലവും സുവിശേഷം സ്വീകരിക്കില്ല. എല്ലാ ഹൃദയങ്ങളും തുറക്കില്ല. യേശു തന്റെ ശിഷ്യന്മാരെ ഒരുക്കുന്നു. കരഘോഷത്തിനല്ല, വിജയത്തിനല്ല, തിരസ്കരണത്തിനാണ്. ഇത് ആഴത്തിൽ പ്രധാനമാണ്. കാരണം തിരസ്കരണത്തിന് എല്ലായ്പ്പോഴും ഒരു പ്രതികരണം ആവശ്യമാണ്. ഒന്നുകിൽ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുന്നു, അല്ലെങ്കിൽ അവ കഠിനമാകുന്നു. അപ്പോസ്തലന്മാർ മാനസാന്തരം പ്രസംഗിക്കുന്നു. മെറ്റാനോയ, ധാർമ്മിക പൂർണ്ണതയല്ല, മറിച്ച് ദൈവത്തിന്റെ കരുണയിലേക്ക് ഹൃദയം തിരിക്കലാണ്. മാനസാന്തരം നമ്മെ തന്നെ ഉറപ്പിക്കുന്നതിനെക്കുറിച്ചല്ല, അത് നമ്മെ തന്നെ കീഴടങ്ങുന്നതിനെക്കുറിച്ചാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇതാണ് എല്ലാ രോഗശാന്തിയുടെയും തുടക്കം. എന്നിട്ടും യേശു അതിലും ആഴത്തിൽ പോകുന്നു. നമ്മുടെ രോഗങ്ങളുടെ എല്ലാം അടിത്തട്ടിൽ എന്താണെന്ന് അവൻ വെളിപ്പെടുത്തുന്നു. അത് ക്ഷമിക്കാതിരിക്കലാണ്. ഗിരിപ്രഭാഷണത്തിൽ യേശു വിട്ടുവീഴ്ചയില്ലാത്തവനാണ്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നീട് അവൻ കൂടുതൽ മൂർച്ചയോടെ സംസാരിക്കുന്നു. നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങൾ ബന്ധിതരായിരിക്കും. ക്ഷമിക്കാതിരിക്കൽ ബന്ധിക്കുന്നു. ക്ഷമ വിടുതൽ നൽകുന്നു. നമുക്ക് കുർബാനയ്ക്ക് വരാം, നൊവേന പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, ശുശ്രൂഷ ചെയ്യാം. എന്നാൽ ഹൃദയത്തിൽ നീരസം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൃപ ഒഴുകാൻ പാടുപെടുന്നു. കയ്പിൽ പറ്റിപ്പിടിക്കുക എന്നാൽ വിഷം കുടിക്കുകയും മറ്റേയാൾ കഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. യേശു നിങ്ങളെ സ്വതന്ത്രനാക്കാൻ ആഗ്രഹിക്കുന്നു. കുരിശിലെ വിശുദ്ധ യോഹന്നാൻ പഠിപ്പിക്കുന്നതുപോലെ പറ്റിപ്പിടിക്കുന്ന ആത്മാവിന് ചെറിയ ഒന്നിനു പോലും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സ്വതന്ത്രമായി ഓടാൻ കഴിയില്ല. അപ്പോൾ നമ്മിൽ യേശുവിന്റെ രോഗശാന്തി പ്രവർത്തനത്തെ തടയുന്നതെന്താണ്? വിശുദ്ധർ സ്ഥിരീകരിച്ച സുവിശേഷം 5 തടസ്സങ്ങൾ വെളിപ്പെടുത്തുന്നു. ഓരോന്നിലും ഒരു കൃപയുണ്ട്. ഒന്നാമത്, സത്യസന്ധതയില്ല. നമ്മുടെ ഹൃദയങ്ങളെ സത്യസന്ധമായി നോക്കാൻ നമുക്ക് ധൈര്യം വരണം. ക്ഷമയുടെ സുവിശേഷം ഞാൻ ശരിക്കും ജീവിക്കുന്നുണ്ടോ, അതോ ലോകത്തിന്റെ നീരസത്തിന്റെയും താരതമ്യത്തിന്റെയും യുക്തി നിശബ്ദമായി പിന്തുടരുകയാണോ? ലിസിയൂക്സിലെ വിശുദ്ധ തെരേസ് അവളുടെ കോൺവെന്റിൽ പോലും തെറ്റിദ്ധരിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും അവളുടെ സമൂലമായ സത്യസന്ധത, അവളുടെ നിസാരതയെ സ്വീകരിക്കാനുള്ള അവളുടെ സന്നദ്ധത ദൈവത്തിന് അവളുടെ മറഞ്ഞ ജീവിതത്തിലൂടെയും അവളുടെ ചെറിയ വഴിയിലൂടെയും അസാധാരണമായ കൃപ വെളിപ്പെടുത്താൻ അനുവദിച്ചു. രണ്ടാമത്, അഹങ്കാരപൂർവമായ സ്വാശ്രയത്വം. കർത്താവേ, ആദ്യം എന്നെ തന്നെ ശരിയാക്കട്ടെ എന്ന് നമ്മൾ എത്ര തവണ പറയുന്നു? എന്നാൽ എളിമ പ്രാർത്ഥിക്കുന്നു, നിനക്കു മാത്രമേ എന്നെ സുഖപ്പെടുത്താൻ കഴിയൂ. കാർമലൈറ്റ് പാരമ്പര്യത്തിൽ കീഴടങ്ങൽ പരിവർത്തനത്തിലേക്കുള്ള വാതിലാണ്. രോഗശാന്തി ആരംഭിക്കുന്നത് ശക്തിയോടെയല്ല, വിശ്വാസത്തോടെയാണ്. മൂന്നാമത്, അനിശ്ചിതത്വം. മാനസാന്തരം മാറ്റിവെക്കാൻ കഴിയില്ല. അപ്പോസ്തലന്മാർ മാനസാന്തരം ചർച്ച ചെയ്തില്ല, അവർ അത് പ്രഖ്യാപിച്ചു. അർത്ഥമനസായ വിശ്വാസം അർത്ഥമനസായ രോഗശാന്തി ഉണ്ടാക്കുന്നു. നാലാമത്, മോശം സ്വീകരണം. നമ്മിൽ പലരും വളരെ കുറച്ചു മാത്രമേ ചോദിക്കുന്നുള്ളൂ, അതിലും കുറച്ചു മാത്രമേ ലഭിക്കുന്നു. ധൈര്യപൂർവ്വം ക്ഷമ ചോദിക്കൂ, സന്തോഷത്തോടെ സ്വീകരിക്കൂ, സ്വതന്ത്രമായി നന്ദി പറയൂ. ആഴത്തിൽ കരുണ ലഭിക്കുന്നവർ ഉദാരമായി ക്ഷമിക്കാൻ പ്രാപ്തരാകുന്നു. അഞ്ചാമത്, വിശ്വാസമില്ലാത്ത സംശയം. യേശു ഒരിക്കലും പരാജയപ്പെടില്ല. അവൻ ശൗലിനെ പൗലോസാക്കി മാറ്റി. അവൻ പാപികളെ വിശുദ്ധരാക്കി മാറ്റി. നമ്മൾ പോകാൻ ഭയക്കുന്ന ഇടത്തേക്ക് അവൻ ജീവൻ കൊണ്ടുവരുന്നു. തയ്യാറായി തോന്നിയതുകൊണ്ടല്ല,
എന്നാൽ തനിക്ക് കുറവുള്ളത് നൽകാൻ യേശുവിൽ വിശ്വസിച്ചതുകൊണ്ടാണ് മുൻ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഗാർഡിനോട് ക്ഷമിച്ച കൊറി ടെൻ ബൂമിനെക്കുറിച്ച് ചിന്തിക്കൂ. തന്റെ കൈ നീട്ടാൻ തീരുമാനിച്ചപ്പോൾ ദൈവത്തിന്റെ സ്നേഹവും ക്ഷമയും ഒരു പ്രവാഹം പോലെ തന്നിലൂടെ ഒഴുകുന്നത് അവൾ അനുഭവിച്ചു. ക്ഷമ ഭാഗത്തെ മായ്ച്ചുകളഞ്ഞില്ല, മറിച്ച് അതവളുടെ ഹൃദയത്തെ സ്വതന്ത്രമാക്കി. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് യേശു പറയുന്നു, പൊടി തട്ടിക്കളയൂ. കോപത്തിലല്ല, കയ്പിലല്ല, പക്ഷേ സ്വാതന്ത്ര്യത്തിലാണ്. ആദ്യം സുഖപ്പെടുകയും പിന്നീട് മറ്റുള്ളവർക്ക് രോഗശാന്തിയുടെ ഉപകരണങ്ങളാവുകയും ചെയ്യാൻ അവൻ നമ്മെ അയക്കുന്നു. മറഞ്ഞ മാനസാന്തരം വിശുദ്ധരെ ജനിപ്പിക്കുന്നുവെന്ന് വിശുദ്ധ തെരേസ് നിശബ്ദമായി പഠിച്ചു. സഭയിലെ ഡോക്ടർമാർ അദൃശ്യമായ വിശ്വസ്തതയിലാണ് രൂപം കൊള്ളുന്നത്. നിങ്ങളുടെ ചെറിയ ഉവ എന്നത് അസാധാരണമായ കൃപ പുറത്തിടാൻ കഴിയും. ഓർമ്മിക്കുക, ദൗത്യം ഒരിക്കലും എന്റേതല്ല, അതെല്ലായ്പ്പോഴും ക്രിസ്തുവിൽ നമ്മുടേതാണ്. നമ്മളൊരു ബദമാണ്. ഒരാൾ സുഖപ്പെടുമ്പോൾ എല്ലാവരും ശക്തിപ്പെടുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ തീരുമാനിക്കൂ. നിങ്ങളുടെ ഹൃദയം പരിശോധിക്കൂ, നിങ്ങളെ താഴ്ത്തൂ, മാനസാന്തരപ്പെടൂ, ലളിതമായി പ്രാർത്ഥിക്കൂ. യേശുവേ, എന്റെ ശത്രുക്കളോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ, എന്റെ മുറിവുകളിൽ അഭിഷേകം ചെയ്യൂ, എന്റെ ഹൃദയത്തെ സ്വതന്ത്രമാക്കൂ. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കൂ, കാരണം യേശു ഇപ്പോഴും തകർന്ന ഹൃദയങ്ങളെ രോഗശാന്തിയുടെ മാർഗങ്ങളാക്കി മാറ്റുന്നു. നമ്മൾ ബലിയാടത്തെ അഭിഷേകിക്കുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അവൻ തകർന്ന ശരീരം സ്വീകരിക്കൂ. പിന്നെ പോകൂ, നിങ്ങളുടെ ജീവിതം കൊണ്ട് മാനസാന്തരം പ്രസംഗിക്കൂ. കരുണയാൽ അഭിഷേകം ചെയ്യപ്പെടൂ. നിങ്ങളിലൂടെ ധാരാളം പേർ സുഖപ്പെടും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. Thank you for praying with us through Echoes of the Word. May the Lord bless you and heal your heart. If this message helped you, share it with someone who needs His word today.